അങ്ങനെ ഇതാ വേറെ ഒരു ഈവനിങ് സ്നാക്സും ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. ശർക്കരയുണ്ട്, അവലുണ്ട്, പിന്നെ ഇതാ തേങ്ങയുണ്ട്. നമുക്ക് ഇത്രയും വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് എടുത്ത് അടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ പീസാക്കാം തേങ്ങ. ഇത് പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇത് അടിച്ചെടുക്കണം. അതിന് കണക്ക് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടിച്ചെടുക്കാം. എടുത്ത് വെച്ച് ഇതിന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഇത് എടുത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി അടിച്ചെടുക്കാം. അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ അരിച്ചൊഴിക്കണം, കാരണം കൊത്ത് നമുക്ക് വേണ്ട. അങ്ങനെ ഉള്ളതുകൊണ്ട് വലിയ അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിച്ചെടുക്കാം. ആവശ്യമില്ല, നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇത് അരിച്ചെടുക്കാം. തേങ്ങാപ്പാൽ എടുത്ത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത് അരയ്ക്കാൻ പോണത് അവിലിട്ട് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അവിൽ കുറച്ച് ഇട്ട് പൊടിച്ചെടുക്കും. കുറച്ചേ ഇടുന്നുള്ളൂ, ക്വാണ്ടിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിത് അവിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അവിൽ ഇതുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇതാ. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഇട്ട് ഉരുക്കി എടുക്കണം. കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത്രയൊക്കെ മതിയാവും. ഉരുവാൻ കുറച്ച് വെള്ളം അതിൻ്റെതായ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ശർക്കരേൻ്റെ അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി നമ്മൾ ഏലക്ക ഇട്ട് അത് കുറുക്കി എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഷുഗറിൻ്റെ വലിയ പ്രശ്നമില്ല. നമുക്ക് ശർക്കര വെച്ച് ഉണ്ടാക്കാൻ പറ്റും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമുക്കിത് അലുവയാറ്റെന്ന്, റൈസ് അലുവയെന്ന് ഒക്കെ പറയാം, പേരൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി കുരുക്കിയെടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്, ശർക്കര ഉരുക്കായിട്ടിട്ടുണ്ട്. ഉരുവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഗൈസ് നല്ലോണം ഉരുവി വന്നിട്ടുണ്ട്. കുറച്ച് ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട്, കാരണം ഉരുവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ നല്ല ഉരുവി വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഉരുവി വന്നുകൊണ്ടിരിക്കുന്നത് നല്ല അരിഞ്ഞ് ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വലിയൊരു പാത്രത്തിൽ വെച്ചു. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ആക്കി വെച്ച് പാടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഗൈസ് ഇതാ നല്ലോണം ഉരുവി വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയൊന്നും ഇല്ലാതെയൊക്കെ പിള്ളേർക്ക് കൊടുക്കാം. പഞ്ചസാര ഗൈസ് ഞാൻ നല്ലോണം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, കണ്ടാൽ അറിയാം. കാരണം നമുക്ക് കുറച്ച് പാടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടാലേ ഇത് കുറുവി വരുവുള്ളൂ. നമുക്കിതിന് വെള്ളം ഉള്ളത് കൊണ്ട് കരിയൊന്നും അങ്ങനെയൊന്നും ഒരു പേടിയില്ല. അപ്പോൾ നമുക്ക് ഇത് നല്ല കുറുവി വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ വെള്ളം കുറച്ച് ഇത് ഡ്രൈ ആയത് കൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാലും അവിലും കൂടെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ഡ്രൈ ആവുന്നുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് വേണം, നമുക്കത് കുറുവി എടുക്കാവുള്ളൂ. അപ്പോൾ ഇതാ ഏകദേശം ഇത് അലിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചുകൂടെ ആയാൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിള്ളേർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഏകദേശം നോക്കാം. കുറച്ച് പീസ് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം, കാരണം ഇനി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ശർക്കരയൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടും കുറുവി വന്നിട്ടുണ്ട്. നമുക്കിതിട്ട് കൊടുക്കണം. വെള്ളം കുറച്ച് കുറച്ച് ഡ്രൈ ആണ് അത്. അപ്പോൾ ഇത് ഇൻഗ്രീഡിയൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം. കട്ടയാവാതെ നല്ലോണം കലക്കി കൊടുക്കണം. ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ കട്ടയാതെ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് പണിയാവും. നമ്മളിങ്ങനെ എല്ലാം നല്ല കുറുക്കി സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്, കാരണം ഇത് കുറുവി വരാനുള്ളതാണ്. മധുരം ഒന്നും അറിഞ്ഞൂടാ, ആദ്യമായിട്ട് ആണ് നമ്മൾ ട്രൈ ചെയ്യണത്. നല്ലോണം കുറുക്കി വന്നു. ഇനി നമുക്ക് കുറച്ച് ഏലക്ക മണത്തിനും ടേസ്റ്റിനും വേണ്ടി ഏലക്ക ഇട്ട് കൊടുക്കാം. ഗായ്സ് നമ്മൾ വേറൊരു പാനിൽ നെയ്യ് ഒഴിച്ച് ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഏലക്ക ഇട്ട് കൊടുക്കാം.
ഇനി ഏലക്ക ഇട്ട് കൊടുക്കുക. ഇതാ എല്ലാം വെള്ളത്തിൻ്റെ അംശം ഇതാ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോഴേ നമുക്കൊരു ഇത് ഇടണമെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം വെളിയിൽ വെച്ച് തന്നെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല അടിയിലൊക്കെ പിടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് തീ കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ചെയ്തത് വെറുതെ മൊത്തം കറക്കി ഇടുമ്പോൾ നമുക്ക് അറിയാം അടിയിൽ പിടിച്ചാൽ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പോൾ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം പോലെ നമുക്ക് കട്ടിക്ക് കിട്ടുള്ളൂ. ഇതാ നല്ല കട്ടിക്ക് നമുക്കിനി സെറ്റായി വരണമെങ്കിൽ നല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ഇതാ ഒട്ടിപ്പിടിച്ച് തുടങ്ങി. അപ്പം ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ ഉണ്ട് ഇതാ ഏകദേശം വെള്ളമൊക്കെ പോയി നല്ല കുറുവി വന്നിട്ടുണ്ട്. വെള്ളം പോയെന്ന് മനസ്സിലാക്കി ഇതാ അടിയിൽ പിടിച്ചു തുടങ്ങി. ഇനി നമുക്ക് നല്ല പാത്രത്തിലോട്ട് തണുക്കാൻ വയ്ക്കാം. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചില്ല. നമ്മളിങ്ങനെ വെച്ചപ്പോൾ തന്നെ ഇതാ കറച്ചാച്ചിങ്ങനെ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വയ്ക്കണം. ഇങ്ങനെ ഒരു ഇതിൽ നമുക്ക് കിട്ടിയ സംഭവം അടിപൊളിയാണ്. നമുക്ക് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്ത് വേണോ ഇടാം. ഇവിടെ ഉള്ളത് ഞാൻ ഇട്ട് മുന്തിരി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം നോക്കാം. ഗൈസ് ഒരു അരമണിക്കൂർ തണുക്കാൻ വയ്ക്കാം. റെഡിയാക്കിയിട്ടുണ്ട്. ഈ സാധനം നിങ്ങളും ഉണ്ടാക്കി വെക്കണം. ഈവനിങ് സ്നാക്സിന് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഈസിയായി ടേസ്റ്റായി ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ഈ വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ കാണാൻ